ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്മിട്ടൻ്റെ ഹോളാണ് നമ്മൾ ഇപ്രാവശ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഞാൻ ആളത്തുനിന്ന് പോയി മേടിച്ചിട്ട് വരാണ്. ഡയറക്റ്റ് ഞാനിത് പൊട്ടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ സ്മിട്ടൻ്റെ ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് പൊട്ടിച്ച് ഓൾറെഡി പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള റിവ്യൂസ് ആട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈവായിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാനിങ്ങനെ അൺബോക്സ് ചെയ്യണ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കേട്ടോ സാധനം വന്നിട്ടുള്ള ഫസ്റ്റ് ഈ ഒരു സാധനമാണ് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അക്വലോജിക്കൻ്റെ ഡീറ്റാൻ ഡ്യൂയി സൺസ്ക്രീനാണ്. 50+ SPFും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് ട്രയൽ പാക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ വലിയ പാക്ക് മേടിക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെ മുന്നേ തന്നെ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഈ സാധനം യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ചൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഡ്യൂയി ആണോ എന്നറിയാൻ. ഡ്യൂയി ആണോ ഗൈസ്? ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ? സ്മെല്ലൊന്നുമില്ല കേട്ടോ. അങ്ങനെ വൈറ്റ് കാസ്റ്റോ ഒട്ടിപ്പിടിക്കണ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അവർ ഒട്ടിപ്പിടിക്കണ്ടല്ലോ, അതൊന്നും ഇല്ല കേട്ടോ. അത് നല്ലതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് അയ്യോ ഭയങ്കര കുഞ്ഞിത് റെനേൻ്റെ മറ്റേ pH ബാലൻസിലുള്ള ലിപ് ബാം ഇല്ലേ, pH സ്റ്റിക്ക് മാഡ്നസ്, ആ ഒരു സാധനമാണ്. കുഞ്ഞാപ്പി ഇതേപോലത്തെ ലിപ്സ്റ്റിക്സ് ഞാൻ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഇതിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം ഇത് മാറുന്നുണ്ടോയെന്ന്. ചുണ്ടിൽ ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യണില്ല, ട്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. നല്ല സ്മെല്ല് കേട്ടോ, ചോക്ലേറ്റ് കൈൻഡ് ഓഫ് സ്മെല്ല്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സാധനം വന്നിട്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് സൈക്ക എന്നാണോ സീക്ക കാമിങ് സ്കിൻ റിന്യൂവിങ് നൈറ്റ് ജെൽ ആട്ടോ. ഞാനൊരു അബദ്ധം ചെയ്തു, രണ്ടും നൈറ്റ് ജെല്ലാണ് ഡോട്ട് ആൻഡ് കീൻ്റെ എടുത്തിട്ടുള്ളത്. ഡോട്ട് ആൻഡ് കീൻ്റെ ഇവരുടെ മിനി പാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും സ്മിട്ടൺ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ ഒരെണ്ണം എടുക്കാറുണ്ട്. ഇതിൻ്റെ റെറ്റിനോൾ നൈറ്റ് ക്രീമും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡേ ക്രീമും ഞാൻ ഒരു യെല്ലോ കളറിലുള്ള, അതിൻ്റെ വേരിയൻ്റ് ഏതാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് സീക്ക ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ എടുക്കണത്. കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ ട്രൈ ചെയ്യാം. എൻ്റെ ബെയർ ഫേസാണ് ഇത്. നല്ല ഫോർമുലാട്ടോ. ഓ മൈ ഗോഡ്. ഈ നെക്സ്റ്റ് വന്നിട്ട് ഫ്രീ പ്രൊഡക്റ്റാണ്, അവരുടെ പൗച്ചാണ്. അങ്ങനെ സ്മിട്ടൻ്റെ ഒരു പൗച്ചും കൂടി. സാധാരണ ഞാൻ ഫ്രീ പ്രൊഡക്ട്സ് ഏതെങ്കിലും ഇതേപോലുള്ള പ്രൊഡക്ട്സ് ആട്ടോ എടുത്തിടാറ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനൊരു ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏത് വേണം? ഡോട്ട് ആൻഡ് കീ തന്നെ എടുക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ റെറ്റിനോൾ സെറമൈഡ് നൈറ്റ് റിപ്പയർ ക്രീം. ഓക്കെ, അത് നൈറ്റ് ജെല്ലാണ്, ഇത് നൈറ്റ് ക്രീമാണ് കേട്ടോ. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇതെനിക്ക് അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഒരു പാക്കേജിങ് ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്. ഈ സൈഡിൽ എൻ്റെ ഫേസും വിചാരിക്കണ്ടാവും ഈ കൊച്ചിന് പ്രാന്തായിരുന്നു. 3 സൈഡിൽ 3 സാധനമൊക്കെ വരുത്തി വെച്ചിട്ട്. ഒരു മോയ്സ്ചറൈസറാണ് അക്വലോജിക്കൻ്റെ. ഇപ്രാവശ്യത്തെ പ്രൊഡക്ട്സൊക്കെ നല്ല പ്രൊഡക്ട്സ് ആണല്ലോ. ഈ ലിപ് ബാമും അങ്ങനത്തെ ലിപ്സ്റ്റിക് തിൻ്റെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു അട്ട ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഉപയോഗത്തിനും പറ്റാത്ത ഷെയ്ഡായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇതും കൊള്ളാം. അക്വലോജിക്കൻ്റെ ഗ്ലോ ഹൈഡ്രാജൽ മോയ്സ്ചറൈസറാണ്. യുണീക്ക് വാട്ടർ ലോക്ക് ടെക്നോളജി ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് നോക്കാം.
സൺസ്ക്രീനിന് സ്മെല്ലില്ല എന്നുണ്ടെങ്കിലും ജെൽ മോയ്സ്ചറൈസർ ആട്ടോ. കൈയിട്ട് കാണിക്കേ. ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഡെർമാക്കോൻ്റെ ക്ലെൻസർ ആട്ടോ. ക്രീമി ഡെയിലി ഫേസ് ക്ലെൻസറാണ് ഇത്. ഡേ ടൈമിലും നൈറ്റ് ടൈമിലും യൂസ് ചെയ്യാൻ പറ്റും. സെൻസിറ്റീവ് സ്കിന്നിനാട്ടോ ഇത്. ഫോർ സെൻസിറ്റീവ് സ്കിൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, സോപ്പ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി. ഡെർമാക്കോൻ്റെ അറിയാലോ. ഉള്ള പ്രൊഡക്ട്സ് അത്യാവശ്യം വലുത് ഇപ്പോൾ ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇല്ലടാ, സ്മെല്ലില്ലടാ. സിലിക്കോൺ പാരബൻ ഫ്രീ ആണ്, ഡയൻ മിനറൽ ഓയിൽ ഫ്രീ ആണ്. എനിക്കെന്തായാലും ഇപ്രാവശ്യത്തെ പർച്ചേസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊരു താങ്ക് യു കാർഡൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സെലിബ്രേറ്റിംഗ് അവർ 9th ബർത്ത്ഡേ വിത്ത് യു. 9 years ആയി തോന്നുന്നു സ്മിട്ടൻ തുടങ്ങിയിട്ടില്ലേ. ട്രൈ ടോ. ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേഷൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയണത്. അറിയാൻ പാടില്ല ഗൈസ്. മൊത്തത്തിൽ എനിക്ക് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് 300 ആണ്. COD അല്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 250 വരുള്ളൂ. CODക്ക് അവർ എക്സ്ട്രാ 50 rupees ചാർജ് ചെയ്യണം. പക്ഷേ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ഇതിൻ്റെ ഒക്കെ റേറ്റ്, ഇൻഡിവിജ്വൽ റേറ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒക്കെ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 above എന്തായാലും ഈ സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ചെറിയ പാക്കേജിങ് തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇത്രയും പ്രൊഡക്ട്സ് നമുക്ക് 300 രൂപയ്ക്ക് കിട്ടുകയാണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് ലാഭമാണ്, നമുക്ക് ലാഭമാണ്. പിന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ വലിയ പാക്കേജിങ് മേടിക്കണം. അപ്പോൾ അത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയണ പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറുമ്പ് പിടിക്കും ഗൈസ്, അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.